ഇപ്പം ഇരുട്ടാവും. ഇപ്പം സമയം 5:30. ഇപ്പം ഇരുട്ടാവും. പിന്നെ നമ്മളെവിടേക്കാ പോണത് ഇപ്പൊ? കഴിച്ചോട്ടാ. ജ്യൂസ് കുടിക്കോ വേഗം? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇതൊരു സാധാരണ ഒരു ദിവസമാണ്. അപ്പോൾ ഒരു വ്ളോഗ് ചെയ്യാൻ വിചാരിച്ചു. ഇന്നെല്ലാവർക്കും ഓഫ് ആയതുകൊണ്ട് അത്യാവശ്യം വൈകി എണീറ്റു. പിന്നെ ജാനിക്കുട്ടിക്ക് ദോശയൊക്കെ ഉണ്ടാക്കി വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവളെ എണീപ്പിക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഹലോ ജാനി. രാവിലെ തന്നെ ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ജ്യൂസൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അതും ആ ഊന്നൊക്കെ പറഞ്ഞ് കുടിച്ചു. പിന്നെ ഒരു ഗ്ലാസ് ഞാനും കുടിച്ചു. അവിടെ അങ്ങനെ ഇരുന്നു. ഈ ഓഫിൻ്റെ ഒന്നൊക്കെ എണീക്കാല്ലേ ഭയങ്കര മടിയാണ് കേട്ടോ. എല്ലാണ്ടും മടിച്ചാണ്, എന്നാലും അത് ഭയങ്കര മടിയാണ്. ഇരുന്നോടത്ത് ഇങ്ങനെ കുറേ നേരമൊക്കെ ഇരിക്കും. പയ്യൊക്കെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കെട്ടിയവൻ അവിടെ എഴുന്നേറ്റിരുന്നു ഫോൺ നോക്കുന്നു. ആദ്യം എണീറ്റ പിന്നെ ഫോണിലായിരിക്കുമല്ലോ. പിന്നെ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന ആൾക്കാരെ പിടിച്ച് ശല്യപ്പെടുത്തുമ്പോൾ കിട്ടുന്ന ഒരു സുഖം, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മളിങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. എനിക്ക് ജാനിക്കുട്ടിയായിട്ടോ വീഡിയോ എടുത്ത് തരുന്നത്. ഫസ്റ്റ് ടൈമാണ് വീഡിയോ ഒക്കെ എടുക്കണം. പിന്നെ നമുക്ക് ഉച്ചയ്ക്കുള്ള പരിപാടികളൊക്കെ നോക്കണ്ടേ. അപ്പം നമ്മൾ കിച്ചണിൽ പോയി നമുക്ക് ഇറച്ചിച്ചോറ് വെക്കാമെന്ന് വിചാരിച്ചു. ബീഫ് വെച്ചിട്ടല്ല, ചിക്കൻ വെച്ചിട്ട്. ചിക്കൻ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അതൊന്ന് ട്രൈ ചെയ്തു. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അതൊക്കെ ഒരു 5-6 പീസ് എടുത്തു. പിന്നെ ടൊമാറ്റോ, പിന്നെ 2 സവാള എടുത്തു. പിന്നെ നമ്മളെടുത്ത വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അതൊന്ന് മിക്സിലടിച്ചു. അങ്ങനെ വലിയ പാത്രം ചൂടാക്കാൻ വെച്ചിട്ടോ, നമുക്കെല്ലാം വെക്കണ്ടേ. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു. പിന്നെ ഓയിൽ ഒഴിച്ചു. പിന്നെ കറുകപ്പട്ട, ഗ്രാമ്പൂ, ഏലക്കായ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ വേഗം ഇട്ടു. പിന്നെ അതിലേക്ക് വലിയ ജീരകം 1 സ്പൂൺ, ചെറിയ ജീരകം 1 സ്പൂൺ, പിന്നെ ഷാജീര അത് മസ്റ്റാണ്, അതും ഇട്ട് കുറച്ച് കൂടുതൽ വേപ്പില ഇട്ടു. പിന്നെ നമ്മളവിടെ മാറ്റി വെച്ച ഇഞ്ചി, പച്ചമുളക്, ഗാർലിക്കിൽ അത് അതൊക്കെ ഇളക്കി വന്നപ്പോൾ നല്ല സ്മെല്ലായി. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ സവാള ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര റെഡ് കളറൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് വെന്ത് കഴിയില്ലേ. സവാള ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യും. ചിക്കൻ ആഡ് ചെയ്തിട്ട് ഒരു വെളുത്ത നിറാവില്ലേ ചിക്കൻ. അപ്പം ഇങ്ങനത്തെ ചോറിനൊക്കെ ടേസ്റ്റ് കൂടുന്നത് അങ്ങനെയാണ്. പിന്നെ ഇല്ലേ അതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് എന്നിട്ട് അങ്ങോട്ട് നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിലുള്ള ടൊമാറ്റോ അത് നമ്മൾ ആഡ് ചെയ്തില്ല. ടൊമാറ്റോ പിന്നെ എന്താണ് ആവശ്യത്തിനുള്ള ഉപ്പ് അങ്ങോട്ട് ആഡ് ചെയ്ത് എന്നിട്ട് കുറച്ച് നേരം ഒന്ന് വേവാൻ വെച്ചു. അങ്ങനെ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ വെക്കൂട്ടാ. അതൊക്കെ എൻ്റെ തോന്നിയ സമയം പോലെയാണ്. അത് വെച്ച് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നമ്മൾ തുറന്നു നോക്കി നല്ലോണം നമ്മുടെ ടൊമാറ്റോൻ്റെ ഉള്ളിലത്തെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയിലയും പുതിനയിലയും അങ്ങോട്ട് വിതറി. പിന്നെ ഞാൻ ഒരു നാരങ്ങ പിഴിഞ്ഞ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതും ഒഴിച്ചു. പിന്നെ അതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ ഗരം മസാല ആഡ് ചെയ്തേ. അവസാനം മസ്റ്റായിട്ട് ഞാൻ അതിൽ കാണിക്കാൻ വിട്ടുപോയി. തൈരും ഒരു 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തു. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഞാനിവിടെ ജീരകശാല അരിയാണ് എടുത്തത്. അപ്പം അതാണ് ടേസ്റ്റ്. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് വെള്ളം അങ്ങനെ ഒഴിച്ചു. വെള്ളമൊക്കെ ഒഴിക്കാൻ അറിയാമല്ലോ. അപ്പോൾ 10-15 മിനിറ്റ് വെക്കുക. അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ എയറൊക്കെ പോയിട്ട് വേണം കേട്ടോ നമ്മൾ പയ്യെ തുറക്കാനായിട്ട്. അങ്ങനെ ലാസ്റ്റ് ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ട് അതങ്ങോട്ട് മൂടി. അതിൻ്റെ ഇടയ്ക്ക് കച്ചപ്പുറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. അടിപൊളിയാണ് കേട്ടോ, ട്രൈ ചെയ്യണേ. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ചും കൂടി ഗീ ആഡ് ചെയ്തിട്ട് പിന്നെ ഉച്ചയായി ഞാൻ കഴിച്ചു. നമ്മൾ തന്നെ വെച്ചിട്ട് ഇങ്ങനെ എപ്പോഴും പറയണ്ടായല്ലോ, നമ്മൾ തന്നെ ഫുഡ് വെച്ച് നമ്മൾ ആസ്വദിച്ച് കഴിക്കാൻ പഠിക്കണം. പ്രത്യേകിച്ച് ഇങ്ങനെ ബിരിയാണി അങ്ങനത്തെ ഐറ്റംസൊക്കെ വെക്കുമ്പം നല്ല ടേസ്റ്റ് ആവാറുണ്ട്. പിന്നെ ഇവിടെ ദുബായിൽ നോൺ വെജ് ഞാൻ കൂടുതൽ വയ്ക്കും. പിന്നെ വെജൊക്കെ ഹസ്ബൻഡാണ് കേട്ടോ വയ്ക്കുക. പുള്ളിക്കാരൻ വെക്കണത് നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ പണ്ട് വിചാരിക്കുമായിരുന്നു അമ്മയ്ക്ക് ഇങ്ങനെ വെച്ച് തരുമ്പോൾ അമ്മയ്ക്ക് വെക്കുന്ന ടേസ്റ്റ് ഞാൻ വെക്കുമ്പോൾ ഉണ്ടാവുമെന്നു. അന്ന് അടുക്കളയിലും കയറില്ലായിരുന്നു. പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ജീവിക്കുമ്പോഴാണ് മനസ്സിലായത് നമ്മൾ വെക്കുന്നത് ടേസ്റ്റാണ്. അങ്ങനെ അടുക്കളയിൽ കയറി ശീലമായി കഴിഞ്ഞാൽ എല്ലാം നല്ല ടേസ്റ്റാവും. ഇത് ഞാൻ പറയണത് എന്നെപ്പോലെ മടിച്ചുകൾക്കാണ് കേട്ടോ. ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളൊക്കെ നല്ലോണം കുക്ക് ചെയ്യണവരായിരിക്കും. എന്നാലും എന്നെപ്പോലെ ഈ മടിയായിട്ട് അടുക്കളയിൽ അങ്ങനെ കയറാൻ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കണം എന്നുള്ള രീതിയിലുള്ളവരുണ്ടാവും. പിന്നെ അവർക്കുള്ളതാണ് ഞാൻ ഈ പറഞ്ഞത്. ഇപ്പം ഞാനിങ്ങനെ ആലോചിക്കണ്ടേ, പണ്ടത്തെ ഞാൻ തന്നെയാണോ ഇരുന്ന് ഇങ്ങനെ ഓരോന്നും ഉണ്ടാക്കുന്നതെന്നൊക്കെ.
അങ്ങനെ ഞാനിവിടെ ഇരുന്ന് കഴിക്കുന്ന നേരം കൊണ്ട് ഹാളിൽ ഇരുന്നിട്ട് രണ്ടുപേരും കഴിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴേക്കും ജാനിക്കുട്ടി കളിക്കാന്നും പറഞ്ഞിട്ട് വിളിച്ചു. അപ്പം നമ്മൾ എന്ത് ചെയ്യും, അവളൊപ്പം കളിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കളിക്കുക, ഈ ബോളും ബലൂൺസൊക്കെ വെച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കളിക്കാറുണ്ട്. കാരണം കുറേ നേരം നമ്മൾ ടി വിയും എന്താ പറയുക ഫോൺ നോക്കിയിരുന്നാൽ ശരിയാവില്ല. കുറച്ച് നേരം പിള്ളേരൊപ്പം നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യണം. ഒന്നില്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ ടി വി ഒക്കെ ഓഫ് ചെയ്തിട്ട് അവൾ എൻ്റെ ഒപ്പം ഇങ്ങനെ ഒരേന്ന് ചെയ്യും. അല്ലെങ്കിൽ ഈ ബോളൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ റൂമിലിരുന്നിട്ട് ഓഫിൻ്റെ ഒക്കെ ഒന്ന് ഇങ്ങനെ കളിക്കും. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും നെസ്റ്റോയിൽ പോകാമെന്ന് വിചാരിച്ചു. കാരണം നമ്മുടെ എല്ലാം കഴിഞ്ഞിരിക്കുമായിരുന്നു കിച്ചണിൽ. അപ്പം അത് വാങ്ങിക്കാൻ പോവാം എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുമായിരുന്നു. കൊച്ചിനെയും കൊണ്ട് ഒരു നടക്കലും ആയല്ലോ. നമ്മളിവിടെ നിന്ന് ഒരു 5 മിനിറ്റ് പോയാൽ മതി, നെസ്റ്റോ ആയി. അപ്പം ഈ ഡ്രസ്സൊക്കെ മാറിയിട്ട് നമുക്ക് അങ്ങോട്ട് പോകണം. അങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ പോവുകയാണേ. ഇപ്പം ഇരുട്ടാവും. ഇപ്പം സമയം 5:30. ഇപ്പം ഇരുട്ടാവും. ഓക്കെ, നെക്സ്റ്റ് പോയിട്ട് കുറച്ച് സാധനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാങ്ങിക്കാനുണ്ട്. വാങ്ങിക്കാൻ പോവാം. ജാനിക്കുട്ടിനോട് റെഡിയാക്കണം. എൻ്റെ നാക്ക് നോക്കി ആണോ കടിച്ച് ഫാസ്റ്റിൽ ഫുഡ് കഴിച്ചതാണ്. ഞാൻ തന്നെ എൻ്റെ നാമൊറ്റ കടിച്ച് ബ്ലഡ് വന്നു. ഇപ്പോൾ സംസാരിക്കാൻ പറ്റില്ല. സംസാരിക്കുമ്പോൾ കൊഞ്ഞപ്പ് പോലെ വരാം. നല്ല പെയിനുണ്ട്. പോയിട്ട് വരാം കേട്ടോ. നമ്മളെവിടേക്കാണ് പോണത് ഇപ്പോൾ? നെസ്റ്റോ പോയിട്ട് വരാം. എല്ലാ സാധനവും കഴിയും പോയി വാങ്ങിക്കാം. അതിനിടയ്ക്ക് നമുക്ക് വേറൊരു സംഭവം കൂടി കിട്ടിയായിരുന്നേ. നമുക്ക് നാട്ടിൽ നിന്ന് ഒരു കവർ കിട്ടിയിട്ടുണ്ട്. ഇത് നാട്ടിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരു കവറാണേ. ആ ചേട്ടൻ USA-ലാണ്. അപ്പം ആ ചേട്ടൻ നാട്ടിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴി നമുക്ക് കിട്ടിയതാണ്. കവർ എന്താ ചേട്ടൻ്റെ പേര് നാളൊന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ചേട്ടനാണ്, ഫ്രം അമേരിക്ക. പക്ഷെ ആള് നാട്ടിൽ പോയിട്ട് ഞങ്ങൾക്ക് വാങ്ങിച്ചു തന്നാട്ടോ. എന്താ നോക്കാം. എന്താ ലഡു ജിലേബി. എനിക്കറിയാൻ പാടില്ലോ. ഓക്കെ, എന്താ ജാം റോൾ. കഴിച്ചിട്ട് ഞാൻ കഴിച്ചിട്ടില്ല. കഴിക്കാം, കഴിച്ച് നോക്കിയിട്ട് എന്താന്ന് നോക്കാം. അല്ല എന്താ പറയാ അടുത്തത് ലാസ്റ്റ് ഓപ്ഷൻ. ഉണ്ണിയപ്പല്ല, അത് വേറൊരു അപ്പാണ്. അത് ജോക്കുട്ടൻ്റെ വീട്ടിൽ. ജോക്കുട്ടൻ വേറെ ചേട്ടൻ. ഇതെന്താ? ഇതെന്തൊരു അതൊരു സ്വീറ്റാണ്, ചീടാന്ന് പറയും. ആ അതെ. നമ്മുടെ നാട്ടിലൊക്കെ കേട്ടോ മീൻസ് ആണ്. പിന്നെ എല്ലാ പ്രവാസികളുടെ ദേശീയ ഭക്ഷണമായ ചിപ്സ്. എൻ്റെ അവിടെ ഇതിനെ ഉപ്പേരി നല്ല പറയാ, കായ്പേരി. പിന്നെ മുറുക്ക്. ഇതെല്ലാം കഴിച്ചിട്ട് ഭയങ്കര സന്തോഷം. നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും നാട്ടിൽ നിന്ന് ഒരു കവറൊക്കെ കിട്ടുമ്പം അതൊരു പ്രത്യേക സന്തോഷമല്ലേ. അപ്പം നമ്മൾ നെസ്റ്റോയിൽ പോണതിന് മുമ്പാട്ടോ ഈ കവറൊക്കെ ഒന്ന് നോക്കിയത്. എന്നിട്ട് ജാനിക്കുട്ടിക്ക് ഈ വാട്ടർമെലൻ കൊടുത്തിട്ട് അത് വേഗം കഴിക്കുക എന്നിട്ട് പോവാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിവിടെ ഒന്ന് ഇറങ്ങി. നമ്മുടെ ഫ്ലാറ്റിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 5 മിനിറ്റ് നടന്നാൽ മതി. നെസ്റ്റോ ആണ്, 5 മിനിറ്റും ഇല്ല. ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും ഒരു 5:30-6 മണി ആയിരുന്നേ. പുള്ളിക്കാരി ഇവിടെ നിന്ന് ഭയങ്കര ഇതിലൊക്കെ പോകും. എന്നിട്ട് പകത്ത് എത്തുമ്പം ഇടുക്ക് അമ്മ, ഇടുക്ക് പപ്പ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതാണ് പുള്ളിക്കാരുടെ അടവ്. പിന്നെ ഇവിടെ നിന്നില്ലേ, നമ്മൾ പിടിച്ച് വലിച്ചൊക്കെ വേണം അവളെ ഒന്ന് നടത്തിക്കാനായിട്ട്. എന്നാലും ഇടുക്ക് നമ്മളൊക്കെ കിടക്കി കരയും. എന്താ ചെയ്യുക. ഇതാണ് നമ്മുടെ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ്. അങ്ങനെ അവിടെ നിന്ന് ആവശ്യമായ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു. വെജിറ്റബിൾസ് മിക്കതും ഇവിടെ നല്ലതൊക്കെയാണ് കിട്ടാറ്. പിന്നെ ഇവിടെയൊക്കെ കുഞ്ഞുങ്ങളെയും കൊണ്ട് വന്നുള്ള അവസ്ഥ അറിയാലോ. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അങ്ങനെ അതൊക്കെയായിരുന്നു നമ്മുടെ വ്ളോഗ്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഗൈസ് മറ്റേ ഇറാൻ എന്താ പറയുക അമേരിക്ക ഇസ്രായേൽ യുദ്ധങ്ങൾ ആരംഭിച്ചു. ഇവിടെ എന്തായാലും പറയത്തക്ക വിധത്തിലുള്ള കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. എല്ലാവരും സേഫ് ആണ്. നമ്മൾ ഷാർജ അഭിഷക്കാരെയാണ്. ഇവിടെ GCC കൺട്രീസ് UAE-ലൊക്കെ ഉള്ളവർ സേഫ് ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം കേട്ടോ. അതുവരെ ബൈ.